അന്തസ് പൊങ്ങുന്നവന്റെ മൊഴിയിൽ നിന്നു ധരിച്ചാലേ എന്തിന്റെ ഭൗതിക സൗഖ്യം വെടിയുന്നു നിന്നിൽ പിറന്നാളേ പിന്തിരിപ്പൊഴി കൊണ്ട് തോന്നുമില്ലും തിരിച്ചാലേ അന്തിക്കൊരു നാളിലെത്തിയൊരു വ്യക്തി ചൊല്ലി സലാമേ നബി അന്തസ് പൊങ്ങുന്നവന്റെ മൊഴിയിൽ നിന്നു ധരിച്ചാലേ എന്തിന്റെ ഭൗതിക സൗഖ്യം വെടിയുന്നു നിന്നിൽ പിറന്നാളേ പിന്തിരിപ്പൊഴി കൊണ്ട് തോന്നുമില്ലും തിരിച്ചാലേ പ്രഭത്തിൽ കഴിച്ചാലെന്നും രാത്രിയുറക്കമൊഴിച്ച അങ്ങനെ ശോഷിച്ച് നീയും മരിച്ച റബ്ബിന്റെ വീരല്ലേ രാജാവിൻ മോനല്ലേ റബ്ബിന്റെ വീരല്ലേ രാജാവിൻ മോനല്ലേ ഇത്രയും കേട്ടോരോ നേരത്തവൻ നേരെ നോക്കി പറഞ്ഞോരും നീ കേൾക്കും റൂഹിന്റെ വാഹനമാണ് ശരീരം ഓർക്കുകയിൽ സാരം എന്റെ വഴികളിൽ ഉള്ള വിതയ്ക്കുന്ന കള്ള എനിക്കറിയാം നിന്നെ കൊള്ളത്തരങ്ങളൊന്നും തകർക്കുവാൻ നിന്നെ കൊണ്ടാവൂല. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ ഇബ്ലീസ് കോലം കെട്ടി വന്ന് ഒരു വയസ്സായ ഉപ്പാപ്പന്റെ കൊലത്തിൽ വന്നിട്ട് പറഞ്ഞു, ഹലോ അയ്യൂബ് നബി, നിങ്ങളൊരു നബിയാണ് സത്യം, അതെ, പക്ഷെ നബി ആകുന്നതിന്റെ മുമ്പ് നിങ്ങൾ രാജകുമാരനാണ്. നബി പറഞ്ഞാൽ രാജകുമാരെന്ന് വിളിക്കാൻ നബിക്ക് ഇഷ്ടമല്ല. അല്ല, ഇഷ്ടമല്ലെങ്കിൽ സത്യമല്ലേ, നിങ്ങൾ രാജകുമാരനാണ്. ചിലപ്പോൾ ഭാവിയിൽ ഡമസ്കസ് ഭരിക്കേണ്ട ചക്രവർത്തി നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ രാത്രി ഉറക്കമൊഴിഞ്ഞ് പകൽ നോമ്പ് നോക്കി ഭക്ഷണം മര്യാദക്ക് കഴിക്കാതെ വളരെ ക്ഷീണിച്ചവശനായി എല്ലും തോലുമായി ജീവിച്ചാൽ നിങ്ങളുടെ ശരീരത്തെ പടച്ച തമ്പുരാനോട് നിങ്ങൾക്കൊരു ബാധ്യതയുണ്ട്. നിങ്ങളെ പടച്ച റബ്ബിനോട് നിങ്ങൾക്കൊരു ബാധ്യതയില്ലേ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ ശരീരത്തെ ക്ഷീണിപ്പിക്കണോ? ശരീരത്തെ ക്ഷീണിപ്പിച്ചാൽ അവനവന്റെ ആരോഗ്യത്തെ വകവരാതെ പ്രവർത്തിച്ചാൽ അത് പടച്ചോനോട് ചെയ്യുന്ന അക്രമമാണ്. അതുകൊണ്ട് നീ അള്ളാഹിനോട് മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് നല്ല ഭക്ഷണം കഴിച്ച് ലേശം നിസ്കാരങ്ങളൊക്കെ ഒഴിവാക്കി ലേശം ഉറങ്ങാനും പോകണം. അവർക്കൊക്കെ നോമ്പല് ഒരു വയസ്സായ മനുഷ്യന്റെ അപേക്ഷ നടക്കൂല. അരി വിലീസ് അയ്യോ വിവരിച്ചിട്ട് നോക്കി എന്നിട്ട് പറഞ്ഞു, എന്റെ സസ്യമായ വഴിയിലും മുള്ളു കൊണ്ട് ഇടുന്ന കള്ള നിന്നെ എനിക്കറിയാ, നീ ഇബിലീസല്ലേ? ഇബിലീസോട് ചോദിച്ചപ്പോ ഇബിലീസ് ഒരു പോക്ക ഇറങ്ങി ഒറ്റ ഓട്ടോ. പണ്ട് പള്ളിയില് മഴയില്ലാത്ത കാലത്ത് ഉസ്താദ് മഴയ്ക്ക് വേണ്ടി പോയായിരുന്നു. വടച്ചോരെ മഴ വൈകിക്കണേന്നോ, മഴ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ വരുന്ന മീറാമിന്റെ അടുത്ത് ഇറങ്ങി ഓടി. ഓനോട് വെറുതെ ചോദിച്ചു, ഏറെ ഓടുന്നു മഴക്കോട്ട് ദ്വാരത്ത് പോകുമ്പോൾ ഞാൻ പൊടിയെടുത്തിട്ട് വരട്ടെ. ഇബ്ലീസ് ഇറങ്ങി കൂടിക്കളിക്കും. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്ത് കൊട്ടാരത്തിലെ രാജകുമാരിയായ ബീബി റഹ്മത്തിനെ കല്യാണം കഴിച്ചിട്ട് ഡമസ്കസ് കൊണ്ടുവന്നു, സ്വന്തം കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. അവിടെ അവര് ജീവിതമായിരുന്നു. പക്ഷെ എന്താ രസം അറിയോ? ഒരു റൂമിന്റെ അകത്ത് രണ്ടാളും നോമ്പ്. ഇബ്ലീസിന് സഹിക്കാൻ കഴിഞ്ഞില്ല. കുറച്ചു ദിവസം മുമ്പ് ഒന്നുണ്ട്, ഇപ്പൊ ഇതാ രണ്ട് കുടിച്ചതിനെ കാലത്ത് വലിയ പാളത്തിലാണ്. ഇബ്ലീസ് ഒരു കാര്യം ഉറപ്പിച്ച്, അയ്യൂബിനെ പറ്റിക്കാൻ പറ്റില്ല, പ്രവാചകനാണ്, എന്നെ മനസ്സിലാവുകയും ചെയ്യും. പക്ഷേ റഹ്മത്തൊരു പെണ്ണല്ലേ, പെണ്ണുങ്ങളെ പെട്ടെന്ന് പറ്റിക്കാൻ, പെണ്ണുങ്ങളെ പറ്റിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പണ്ടത്തെ പെണ്ണുങ്ങൾ ഇപ്പോഴത്തെ വെറുതെ കൊണ്ടുകൂടെ പറ്റിക്കാനില്ല. ഇപ്പൊ ഇതിന്റെ പത്രത്തിൽ കണ്ടിട്ട് ഞങ്ങളൊരു അലൂമിനിയം പാത്രക്കാരൻ അലൂമിനിയം പാത്രം കൊണ്ട് വന്നിട്ട് വലിയ കെട്ടുകൊണ്ട് വന്നിട്ട് ഒരു പെണ്ണുങ്ങളോട് പറഞ്ഞു, ഇത് താഴ്ത്തി വെച്ച് താഴെ. അപ്പൊ അവൻ പെണ്ണുങ്ങൾ താഴ്ത്തി വെക്കുമ്പോ ഒറ്റക്കാവുള്ളൂ. ഈ കഴുത്തിൽ വലിയ ചൈന ഇങ്ങനെ ആടിക്കളിക്കുന്നത്. ഇയാളിങ്ങനെ നോക്കി, ഇയാൾ വിചാരിച്ച എന്നെ വിളിക്കുന്നത് വാടാ വാടാ. ഇവനെന്താക്കിയോ കുട്ടിക്ക് ഓട്ടോ പെണ്ണുങ്ങൾ ചിരിച്ചോട്ട് പറഞ്ഞു പോയിട്ട് വന്നത്. 20 രൂപന്റെ ആലയ ഓട്ടിച്ച് ഓരോടി 2000 രൂപന്റെ പാത്രം പെണ്ണുങ്ങൾക്ക് റെഡി. സന്തോഷമായി പെണ്ണുങ്ങൾ മാത്രം കച്ചവടം തുടങ്ങി. ഓന് 20 രൂപന്റെ മാല, ഓനക്ക് ഈ വൈകി വരാൻ പറ്റും. ഇങ്ങനത്തെ മനുഷ്യന്മാരുണ്ട്, അങ്ങനത്തെ പെണ്ണുങ്ങളുണ്ട്. അപ്പൊ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ പെണ്ണായതുകൊണ്ട് പറ്റിക്കായി ഇബ്ലീസ് കളഞ്ഞു. എന്നിട്ട് അയ്യൂബ് നബി ഇല്ലാത്തൊരു സമയത്ത്, മൂപ്പരെ പ്രബോധന പോയ സമയത്ത് ഈ സാധനം
വയസ്സായ തള്ള. അയ്യൂബ് നബിയുടെ അടുത്ത് ഉപ്പാപ്പാന്റെ കൊലത്തിലാണ്, ഇതിപ്പോ ഉമ്മാമാന്റെ കൊലത്തിൽ വരും. ഇത് ഏത് കോലത്തിലും വരും. കണ്ണില് വന്നിട്ടില്ല, ഏത് കോലത്തിൽ ഇത് വരൂലേ. നമ്മുടെ കൂട്ടത്തിലൊക്കെ എന്തെല്ലാം മോഡൽ ആളുകളുണ്ട്. ഇബ്ലീസ് തന്നെ വരൂ. അപ്പൊ ഇബ്ലീസ് ഒരു ഉമ്മാമാന്റെ കോലത്തിൽ വന്നിട്ട് ഈ റഹ്മത്ത് നബി ഇങ്ങനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുക, നിസ്കാരം കഴിഞ്ഞിട്ട് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ കേറി വന്നിട്ട് റഹ്മത്ത് നബിനെ ഇങ്ങനെ നോക്കി. റഹ്മത്ത് നബി അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പൊ ഈ പെണ്ണുങ്ങൾ പറയാ, അയ്യോ അയ്യോ. റഹ്മത്ത് നബി എന്താ അയ്യോ? അല്ല എന്താ ഉമ്മാമ? അയ്യോ മോളെ റഹ്മത്തേ. അയ്യൂബിന്റെ വധുവായി കഴിയും എന്നും നിന്നിൽ ഒരുപോലെ മധുവിധുരാവിൻ സുന്ദര രാത്രികളൊന്നും നിങ്ങളിലില്ലല്ലോ. അതുമിതുമോർത്തും അഹദിനെ വാഴ്ത്തിയും നിന്ന പോരല്ലോ. അയ്യോ പാവം പെണ്ണിനെ നിന്റെ കാര്യം ഓർത്താൽ ബേജാറ. അയ്യൂബിന്റെ വധുവായി കഴിയും എന്നും നിന്നിൽ ഒരുപോലെ മധുവിധുരാവിൻ സുന്ദര രാത്രികളൊന്നും നിങ്ങളിലില്ലല്ലോ. അതുമിതുമോർത്തും അഹദിനെ വാഴ്ത്തിയും എന്നും നിന്ന പോരല്ലോ. റഹ്മത്തപ്പോഴും മൈനോദി രാഗത്തിപ്പോഴും സൗന്ദര്യ സുഖമതമായ ഇവളെ ഞങ്ങൾ വെറുത്തുമ്മ. ഈ വകവേലകൾ ഇവളുടെ മുന്നിൽ വില പോകില്ലെന്ന് കണ്ടപ്പോൾ ഇബ്ലീസ് സവിധം വിട്ടുമറഞ്ഞു വീണ്ടും സൂത്രം തിരയുന്നു. ഈ വകവേലകൾ ഇവളുടെ മുന്നിൽ വില പോകില്ലെന്ന് കണ്ടപ്പോൾ ഇബ്ലീസ് സവിധം വിട്ടുമറഞ്ഞു വീണ്ടും സൂത്രം തിരയുന്നു. ഇബ്ലീസ് വന്നിട്ട് പറയാ, അയ്യോ ഞാൻ മോളെ റഹ്മത്തെ, നീ അയ്യൂബിന്റെ ഭാര്യയല്ലേ? റഹ്മത്തി പറഞ്ഞു, അതെ. നീ അല്ലാണ്ട് ആ മനുഷ്യനെ ഭാര്യയായിട്ട് വരുമോ? ഈ നാട്ടിൽ ഒരു പെണ്ണും ആ ഞങ്ങൾക്ക് ഭാര്യയായിട്ട് വന്നിട്ടില്ല. എന്താ കാരണം എന്നറിയോ? റഹ്മത്തി ചോദിച്ചെന്താ? എന്തിനാ? അത് ഭർത്താവാക്കാൻ കൂടുന്ന സാധനം. രാത്രി മുഴുവൻ നിസ്കാരം, പകൽ മുഴുവൻ നോമ്പ് വെക്കുന്ന ഒരു മനുഷ്യനെ ഭർത്താവാക്കിയിട്ട് പെണ്ണിന്റെ പോലെ പുതിയ കല്യാണം കഴിഞ്ഞ പെണ്ണായ നിനക്ക് എന്താ കാശുണ്ട്, എന്തൊക്കെ അഭിലാഷങ്ങളുണ്ട്? ഉമ്മാമാക്ക് അറിയാം. ഉമ്മാമ പണ്ട് ചെറുപ്പത്തിലും അങ്ങനെ കഴിഞ്ഞു 3-4 പ്രാവശ്യം എന്തൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, എന്തൊക്കെ ആശകളുണ്ടായിരുന്നു. എന്റെ ഭർത്താവ് നല്ല മനുഷ്യനായിട്ടൊക്കെ ചെയ്തു തന്നു. പക്ഷെ നീ ഇപ്പൊ ഇത്ര ദിവസം കല്യാണം കഴിഞ്ഞിട്ട് നിന്റെ ഭർത്താവ് ഈ റൂമിന്റെ അകത്ത് കുത്തിന്ന് നിസ്കരിച്ചു എന്നല്ലാതെ നിനക്ക് വേറെ എന്തൊക്കെ ഒരു ഗുണം എന്റെ മാപ്പിളെ കൊണ്ട് കിട്ടിയ ആള് ഭയങ്കര സാധന അടിച്ചു പറയാ. എന്നിട്ട് പറയാ, ഒരു പുതിയ കല്യാണം ഒക്കെ കഴിഞ്ഞാല് പിന്നെ ടൂറൊക്കെ കൊണ്ടേ ഊട്ടി, കൊടൈക്കനാൽ, കോയമ്പത്തൂർ ടൂറ് പോണ്ടേ? എവിടൊക്കെ യാത്ര പോകാൻ ആഗ്രഹം ഉണ്ടാവും? വിശാലമായ അള്ളാഹുവിന്റെ ഭൂമി എന്ന് നടന്ന് കാണണ്ടേ? നീ ഒരു പെണ്ണല്ലേ, ഇത് ടൂർ പോയിക്കൂടെ? നീയാണ് പെണ്ണ്, നീ ഭർത്താവിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അയ്യൂബിനോട് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അയ്യൂബ് ഇതേപോലെ നിഷ്കരിച്ച് നോമ്പൊക്കെ വെച്ചു. അതുകൊണ്ട് നീ പറഞ്ഞ് ശരിയാക്കി കൊണ്ടുവരണം. ഇത് പറഞ്ഞ ഉടനെ റഹ്മത്തെ ഉമ്മാമാനോട് പറഞ്ഞു, മാമ പിന്നെ ഞാനൊരു ടൂറ് പോകാണ്ട് ഒരുക്കത്തിലാണ് ഞാനും ഭർത്താവും. ഉമ്മാമ പറഞ്ഞു, അതെ നീ ആ നല്ല പോലെ, എനിക്ക് ബുദ്ധിയുണ്ട്. ആട്ടെ എങ്ങോട്ടാ ടൂറ്? നീ എവിടേക്കാ പോണത്? അപ്പൊ റഹ്മത്ത് പറഞ്ഞു, പോകാന് ഒരു സ്ഥലേ ബാക്കി, അങ്ങോട്ട് പോകുമ്പോ കൊണ്ടുപോകേണ്ട സാധനമൊന്നും ആയിട്ടില്ല. ഉമ്മ പറഞ്ഞു, അതെന്താ? എന്നോട് പറ, സകലം ഞാൻ കൊണ്ടുതരാ. വേണ്ട മങ്ങള് കൊണ്ടു തന്നാലും നടക്കൂല, നമ്മളെന്നെ സ്വന്തം ഉണ്ടാക്കണം. പോകുമ്പോ അതെന്ത് മോളെ അങ്ങനത്തെ ഒരു സാധനം? എന്റെ ഉമ്മോ ഞങ്ങള് പോകുന്ന ടൂറിന് കൊണ്ടുപോകാൻ ഒരുക്കത്തിലാണ് ആ കുത്തിയിരുന്നിട്ട് ചെല്ലുന്നത്. ഒടുക്കത്തെ ഒരു ടൂറേ ബാക്കിയുള്ളൂ, അവസാന ടൂറ്, ലോകം ഒടുങ്ങുന്ന ടൂറ്, ഈ ജീവിതം അവസാനിപ്പിക്കുന്ന എന്റെ യാത്ര, അതാണ് ഞങ്ങളുടെ അവസാന ടൂറ്. ആ ടൂറിന് പോകുമ്പോൾ കൊണ്ടുപോകാൻ എന്തൊക്കെ തയ്യാറാക്കണം അതിന്റെ ഒരുക്കത്തിലാണ് ഞങ്ങൾ. റഹ്മത്ത് പറയാം, അവസാന യാത്രക്ക് കൊണ്ടുപോകേണ്ട സാധനങ്ങൾ ഒരുക്കുന്ന കൂട്ടത്തിലാണ്. ഇവിടെ നിസ്കരിക്കണം, ഇവിടെ നോമ്പ് നോക്കണം, ഇവിടെ തസ്ബീഹ് ചൊല്ലണം, ഇവിടെ തക്ബീർ ചൊല്ലണം, ഇവിടെ തഹ്ലീൽ ഉണ്ടാക്കണം, ഇവിടെ നല്ലത് ചെയ്യണം, ഇവിടെ അല്ലാഹുവിനെ സ്മരിക്കണം. ഇങ്ങനെ നന്മകൾ ചെയ്ത് കൂട്ടിയിട്ട് അതുകൊണ്ട് പോകേണ്ട ടൂറിന്റെ ഒരുക്കത്തിലാണ് ഞങ്ങളുള്ളത്. ആ ടൂറേ വേണ്ടു എന്ന് റഹ്മത്തിന് പറഞ്ഞപ്പോ ഇബ്ലീസ് ഇങ്ങനെ നോക്കി,